അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെയാണ് ഓരോ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എ ടോപ്പിക് ഈസ് ഡിക്ലെയർ ഫോർ ഹാൻഡ് ഓർ എ ഗ്രൂപ്പ് ഈസ് ആസ്ക്ഡ് ടു ചൂസ് എ ടോപ്പിക് ഫ്രം ദി ഗിവൺ. അപ്പോൾ ഒരു ടോപ്പിക്ക് ഫസ്റ്റ് എടുക്കുക. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു ടോപ്പിക് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. ഇൻ ദി യൂഷ്വൽ ഫോർമാറ്റ് എനി വൺ മേ ഇനിഷ്യേറ്റ് ദി ഡിസ്കഷൻ ബട്ട് എ പർട്ടിക്കുലർ കാൻഡിഡേറ്റ് മേ also be asked to express his or her views in brief and other may follow him or her by one so that the members get acquainted with one another's stand. അപ്പം ഒരു യൂഷ്വൽ ഫോർമാറ്റിൽ ആദ്യം ഒരാൾ സംസാരിക്കും, അയാളുടെ വ്യൂ പോയിൻ്റ് ആയിരിക്കും ആദ്യം പറയുന്നത്, പിന്നെ അതിന് എതിർപ്പുള്ള ആൾ അടുത്തത് പറയും. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയുന്നയാൾ ഒന്നെങ്കിൽ ഈ ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് ഒരു ഇപ്പം നമ്മളൊരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ ചിത്രീകരിക്കുന്ന രീതി മോശകരമായിട്ടാണോ എന്നുള്ളൊരു ഡിസ്കഷൻ നമ്മൾ ജൂനിയേഴ്സിന് ഒരു തവണ കൊടുത്തായിരുന്നു. അപ്പോൾ ആദ്യം പറയുന്ന മലയാളം ക്ലാസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഡിബേറ്റ് പോലെ ഞങ്ങൾ വെച്ചായിരുന്നു. അപ്പം ആദ്യത്തെ ആർഗ്യുമെൻ്റ് പറയുന്നത് മോഡറേറ്റർ, അതായത് ടീച്ചറായിരിക്കും പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ എതിർപ്പ് അല്ലെങ്കിൽ അതിനോട് യോജിപ്പുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ പിള്ളേർ, നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ, ബോയ്സ് ആണെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലും ഗേൾസ് ആണെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലും പറയും. അപ്പോൾ ആദ്യത്തെ ഒരാൾ ഇനീഷ്യലായിട്ട് സംഭവം തുടക്കം ഇടുകയാണ്. അപ്പോൾ ഇൻ ദ സെയിം വേ എനി വൺ ഓഫ് ദി മെമ്പേഴ്സ് മേ കം ഫോർവേഡ് ഓർ ആൻഡ് കൺക്ലൂഡ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ദി പാർട്ടിസിപ്പൻസ് മേ ബി ആസ്ക്ഡ് ടു സമ്മറൈസ് ഇറ്റ് വൺ ബൈ വൺ. അപ്പോൾ അതിന് ശേഷം ഓരോരുത്തരിലേക്കും ഒരാൾ കഴിഞ്ഞ അടുത്ത ആൾ, അങ്ങനെ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസും അവരവരുടെ വ്യൂ പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്ത് പറയും. ദ ഗ്രൂപ്പ് മേ ബി ആസ്ക്ഡ് ടു ഡിസൈഡ് ദ പ്രൊസീജിയർ ഓഫ് ദി ഗ്രൂപ്പ് ഡിസ്കഷൻ മ്യൂച്വലി ഓർ ഇറ്റ് മേ ബി ഗീവൺ ടു ദം ഫോർ ഹാൻഡ്. The discussion may take place on a topic to find a common solution to a given problem or a case study. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ പെർഫോം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഡിസ്കഷൻ വെക്കണം. അപ്പോൾ ദ ഡിസ്കഷൻ മേ ടേക്ക് പ്ലേസ് ഓൺ എ ടോപ്പിക് ടു ഫൈൻഡ് എ കോമൺ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം, ഇപ്പോൾ സ്ത്രീകൾ കഥാപാത്രങ്ങൾ ഇപ്പോഴും മോശപരമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒപ്പോസ് ചെയ്യണോ അതോ അതിനെ ഇല്ല എന്നുള്ള രീതിയിൽ കാണണോ എന്നുള്ള ഒരു തീരുമാനം നമുക്ക് നേരത്തെ വേണം. അപ്പം ആ ഒരു യെസ് ഓർ നോ നമ്മൾ നേരത്തെ തന്നെ കാണണം എന്നുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ആർഗ്യുമെൻറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോയാൽ മതി. പിന്നീടുള്ളത് in the modern age of the discussion അത് പറഞ്ഞല്ലേ, in the modern age of rapid advancement of communication technology, group discussion can also be conducted through teleconferencing or video conferencing. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ടെലികോൺഫറൻസിങ് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വേണമെങ്കിൽ നടത്തുകയും ചെയ്യാം മോഡേൺ ഏജിൽ. ഇപ്പോൾ ഈ കൊറോണ എല്ലാം വന്ന സ്ഥിതിക്ക് എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ മേ ഓൾസോ ബി കണ്ടക്റ്റഡ് ഇൻ ദി ഫോം ഓഫ് എ കേസ് സ്റ്റഡി വെയർ participants are given a case on a topic in written form. They study the topic carefully, think about its various aspects in about 3 to 5 minutes and then discuss it. അപ്പം ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഒരു കേസ് സ്റ്റഡി, ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ വെള്ളമില്ല, അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ അതൊരു കേസ് എടുക്കുകയാണ് നമ്മൾ. കാരണം എല്ലാവരും ഇപ്പം നമ്മൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഇപ്പം വെള്ളമില്ലാതെ വരുമ്പോൾ എല്ലാവരും ഒരൊറ്റ പൈപ്പിൻ്റെ കീഴിൽ പോയി എല്ലാവരും ഒരു ക്യൂ നിൽക്കും. അപ്പോൾ അതൊരു കേസാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം അവിടെ വന്നത്, എല്ലാവരും അങ്ങനെ ക്യൂ നിന്ന് വെള്ളം മേടിക്കാൻ കാരണം എന്താണെന്നുള്ളത് ഒരു കേസാണ്, ഒരു പ്രോബ്ലമാണ് ആ നാട്ടിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആ ഒരു കേസ് സ്റ്റഡി അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ ഒരു സ്ഥലത്ത് വരൾച്ച വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഉറവിടം ഇല്ല വെള്ളത്തിനുള്ളത്. അതൊരു ഒന്നാമത്തെ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു ഒന്നാമത്തെ സ്റ്റഡിയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അത് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വെള്ളം എല്ലാ വീടുകളിലും എത്തിക്കുവാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇപ്പോൾ പ്രൊവൈഡ്
ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു രണ്ടാമത്തെ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും ആ ഒരു കേസ് സ്റ്റഡി നമ്മൾ ചർച്ച ചെയ്യുകയും അതിന് സൊല്യൂഷൻ എത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെയാണ് സൊല്യൂഷൻ എത്തിക്കുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ നമ്മുടെ റിസൾട്ട്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പിക്സ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ടോപ്പിക്സ് ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻസാണ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളുമുണ്ട്, കോൺക്രീറ്റ് കാര്യങ്ങളുമുണ്ട്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ വാർക്കപ്പണിക്കുള്ള കോൺക്രീറ്റ് അല്ല, ഇത് കോൺക്രീറ്റ് ആൻഡ് ഫാക്ട് ഓറിയൻറ്റഡ് ടോപ്പിക്സ് വിച്ച് നീഡ് ഫാക്ച്വൽ കോണ്ടന്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് ദി റൈറ്റ് പെർസ്പെക്റ്റീവ് ടു ബി സക്സസ്ഫുൾ. അപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അതിന് തെളിവുകൾ വേണം. തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കോൺക്രീറ്റ് ടോപ്പിക്സ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് വേർ യു നീഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് മോർ ദാൻ ഫാക്ട്സ്. അപ്പം അബ്സ്ട്രാക്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തെളിവുകളുടെ ആവശ്യമില്ല, പക്ഷേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു മഴയുടെ കാര്യം. മഴയെ രണ്ട് കലാകാരന്മാർ കാണുന്നത് വേറൊരു രീതിയിലും സയൻറ്റിസ്റ്റുകൾ കാണുന്നത് വേറൊരു രീതിയിലുമാണ്. അപ്പം കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ തുടങ്ങിയ സയൻസ് സംബന്ധമായിട്ടുള്ള ആളുകളെല്ലാം അവർ തിങ്കിങ് എന്ന് പറയുന്നത് അവരുടെ കോൺക്രീറ്റ് തിങ്കിങ് ആയിരിക്കും. കാരണം അവർക്ക് ഫാക്ട്സ് വേണം. ഇപ്പം മഴ പെയ്യുന്നതിൻ്റെ തെളിവ് വേണം. മഴ ഇത്രയധികം ലഭിച്ചാൽ അവിടെ വെള്ളപ്പൊക്കം വരും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും കാൽക്കുലേഷൻസും നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് തിങ്കിങ് അങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്കെടുക്കാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ടോപ്പിക്സ്. അത് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ കവിത എഴുതുന്നവർ, സിനിമാക്കാർ, അവരൊക്കെ ക്രിയേറ്റീവ് തിങ്കിങ്, അവരുടെയൊക്കെ ടോപ്പിക്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം അവിടെ എന്താ വേണ്ടത്? യു നീഡ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യുക. ഇപ്പോൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യങ്ങളിൽ നമ്മൾക്ക് രണ്ട് തരം ചിന്തകൾ വരിക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ നമ്മളിപ്പോൾ ഈ മഴയുടെ കാര്യം തന്നെ എടുക്കുക. ഞാൻ പിന്നെയും മഴ തന്നെയല്ല പറയുന്നത്. മഴയുടെ കാര്യം തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു മഴയെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് ഡെത്ത് എന്നും പറയാറുണ്ട് ചിലവർ. ഈ ഇരുണ്ട് മൂടിക്കിടക്കുമ്പോൾ അതൊരു അപശകനം പോലെയൊക്കെ കാണുന്നവരുണ്ട്. പിന്നെ കല്യാണമായിട്ട് കാണുന്നവരുണ്ട് അല്ലേ. ഉച്ചയ്ക്ക് പെയ്യുന്ന മഴയെ കല്യാണമായിട്ട്. അപ്പോൾ പല ഇൻ്റർപ്രിട്ടേഷൻസാണ്. 3 ഇൻ്റർപ്രിട്ടേഷൻസാണ് മഴയെക്കുറിച്ചുള്ളത്. അപ്പോൾ 3 വീക്ഷണങ്ങളാണ്. അപ്പോൾ അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു നീഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഇൻ അബ്സ്ട്രാക്ട് തിങ്സ്. അപ്പം ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് മോർ ദാൻ ഫാക്ട്സ്. അപ്പോൾ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരെല്ലാം അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളിലാണ് അവരുടെ ചിന്തകൾ. അവർ ക്രിയേറ്റീവ് ആയിരിക്കും, മോർ ദാൻ ക്രിട്ടിക്കൽ. ഹിയർ ദ പെർസ്പെക്റ്റീവ് ഫ്രം വിച്ച് ദ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് മെയ്ഡ് ആൻഡ് ദ തീംസ് യു ബിൽഡ് ഇൻ ടു ദം വിൽ ബി മോർ സിഗ്നിഫിക്കൻ്റ് ആൻഡ് വാല്യുബിൾ. അപ്പോൾ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻസ്, നമ്മൾ ആ ഒരു ചിന്തകൾ എല്ലാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയുമ്പോൾ ഇച്ചിരി കൂടെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കേൾക്കുമ്പോൾ ഇച്ചിരിയും കൂടെ നന്നായിട്ട് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പം അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ്, ഒരു വേർഡ്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് അബ്സ്ട്രാക്റ്റ് ആണോ കോൺക്രീറ്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ എക്സാമിന്, 1 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം ഓൾ ദി വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ? ഷേക്സ്പിയറിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. ലോകം എന്ന് പറയുന്ന ഒരു നാടക സ്റ്റേജ്, നാടകവേദി, നാടകരംഗമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത് അതൊരു നമ്മളുടെ ഓരോ ജീവിതങ്ങളും നമ്മൾ ഈ നാടകത്തിൽ അഭിനയിച്ച് തീർക്കുക. ഈ ഒരു ലോകത്തിൽ നമ്മൾ ഒരു നാടകമാണ്. നമ്മൾക്ക് നമ്മുടേതായ റോളുകളുണ്ട്. ആ ഓരോ റോളുകളും നമ്മൾ ഈ ഒരു നാടകത്തിൽ, ലോകമാകുന്ന നാടകത്തിൽ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ക്രിയേറ്റീവ് തിങ്കിങ് അല്ലേ. അതിന് വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. അത് ഒരെണ്ണം നമ്മൾ ലോകത്തെ നമ്മുടെ സ്റ്റേജിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ അതിന് തെളിവുകളുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ സ്റ്റഡിയുടെ ആവശ്യമില്ല. അതൊരു ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ അതെന്താ? അബ്സ്ട്രാക്റ്റ് ആണ്. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതും അബ്സ്ട്രാക്റ്റ് ആണ്. കാരണം എന്നാ? കറുപ്പ് ഒന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആകാം, അല്ലെങ്കിൽ നോട്ട് സോ ബ്യൂട്ടിഫുള്ളും ആകാം.
അല്ലെങ്കിൽ വൈറ്റും ബ്യൂട്ടിഫുൾ, എല്ലാം തന്നെ അതിന് വേറെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കറുപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിന് തെളിവുകളുടെ ആവശ്യമില്ല, അതുപോലെ വലിയ സ്റ്റഡിയുടെ ആവശ്യമില്ല. അതങ്ങനെ ഒരു കവി എഴുതിയ പോലെ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ, അതൊരു അബ്സ്ട്രാക്റ്റാണ്. ഡീഫോറസ്റ്റേഷൻ ഈസ് ഹാംഫുൾ, അതെന്താണ്? അതൊരു കോൺക്രീറ്റാണ്. കാരണം അതിന് ഡീഫോറസ്റ്റേഷൻ വനനശീകരണം എന്ന് പറയുന്നത് അത് ഹാംഫുള്ളാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് പ്രൂവൺ ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്, അതിന് തെളിവുകളും ഉണ്ട്. അപ്പോൾ അതെന്താണ്? കോൺക്രീറ്റാണ്. അതൊരു ക്രിയേറ്റീവ് അല്ലല്ലോ, ക്രിയേറ്റീവ് തോട്ടല്ല, അതൊരു ക്രിട്ടിക്കൽ ഇവാലുവേഷനാണ്. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് വർക്കിംഗ് മദേഴ്സ് ആർ ബെറ്റർ എക്യുപ്ഡ് ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. അപ്പം വർക്കിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലിയുള്ള അമ്മമാർ കുറച്ചും കൂടെ എക്യുപ്ഡ് ആവണം, അവർ ഇച്ചിരിയും കൂടെ സജ്ജീകരിക്കണം. എന്തുകൊണ്ട്? അവരുടെ കുട്ടികളെ നോക്കാൻ ഇച്ചിരിയും കൂടെ അവർക്ക് തയ്യാറെടുപ്പുകൾ വേണം. കാരണം അവർക്ക് ജോലിയുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു സമയത്ത് അവർക്ക് പിള്ളേരെ നോക്കണം, അതുപോലെ തന്നെ ജോലിയും നോക്കണം. അപ്പം അവർ ഇച്ചിരിയും കൂടെ എക്യുപ്ഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പം അതൊരു ഫാക്റ്റാണ്. കാരണം അതിന് തെളിവുകളുണ്ട്. കാരണം അവർക്ക് ജോലിയുടെ ഭാഗത്തുമായിട്ട് അവർക്ക് സൈഡിൽ കൂടെ അതും കൊണ്ടുപോകണം. സൈഡിൽ കൂടെ കൊണ്ടുപോകണം എന്നല്ല, രണ്ടും വളരെ ഡിഫിക്കൽട്ടാണ് അല്ലേ? അമ്മമാർ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ മേലെ. അപ്പോൾ ആ ഒരു തെളിവുണ്ട്, അതിന് ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു കോൺക്രീറ്റ് കാര്യമാണ്. മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. അപ്പോൾ അതെന്താ? അബ്സ്ട്രാക്റ്റാണ്. കാരണം എന്നാ? മാരേജസ് ഒരിക്കലും സ്വർഗത്തിൽ വെച്ചല്ലല്ലോ നടക്കുന്നത്, അത് ഇവിടെ നമ്മുടെ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചല്ല നടക്കുന്നത്. അപ്പോൾ അതൊരു ക്രിയേറ്റീവ് തിങ്കിങ് കൊണ്ടാണ് കവികൾ വർണ്ണിക്കുന്നതാണ്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അബ്സ്ട്രാക്റ്റാണ്, അതിന് വലിയ തെളിവൊന്നും വേണ്ട, അതൊരു ചുമ്മാ വർണ്ണിച്ചിരിക്കുന്നതാണ്. ദ സീലിംഗ് ഈസ് ഹൈ. സീലിംഗ് എന്ന് പറയുന്നത് സാധാരണ മുകളിൽ ചെയ്യുന്ന കാര്യമാണ്, സത്യമല്ലേ? അത് കോൺക്രീറ്റ്. ബ്യൂട്ടി ലൈസ് ഇൻ ദി ബിഹോൾഡേഴ്സ് ഐസ്. ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വേറൊരാളുടെ കണ്ണുകളിലാണ് ഇരിക്കുന്നത്, അതിന് വലിയ തെളിവുകളൊന്നും ഇല്ലല്ലോ, അതും ഒരു ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു അബ്സ്ട്രാക്റ്റാണ്. ദ സ്കൈ ഈസ് ബ്ലൂ അല്ലേ? സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുന്നത് അതെന്താ? അതൊരു കോൺക്രീറ്റാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം സ്കൈ ഈസ് ബ്ലൂ എന്ന്. അപ്പോൾ അതിന് തെളിവുകളുമുണ്ട്. നമ്മൾ നോക്കിയാൽ കണ്ണുകൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം സത്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സത്യം, ഫാക്ട്സ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ കോൺക്രീറ്റ് കാര്യങ്ങളാണ്. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, രുചിച്ചറിയുന്നത്, അതെല്ലാം സത്യമാണ്. അപ്പം അതെല്ലാം കോൺക്രീറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത റേഞ്ച് ഓഫ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അത് കറണ്ട് ഇഷ്യൂസ് കൊണ്ടുവരാം, സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടുവരാം, പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ടുവരാം. കറണ്ട് ഇഷ്യൂസിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആനുകാലിക പ്രസക്തിയുള്ളൊരു കാര്യം കൊറോണയാണ്. അപ്പോൾ കൊറോണയുടെ കറണ്ട് ഇഷ്യൂസിൽ കൊണ്ടുവരാം. സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സൊസൈറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ ഇഷ്യൂസ്. നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൊച്ചിനും സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരു സൊസൈറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അതുപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പൊളിറ്റിക്സിൻ്റെ കാര്യവും ഓരോ രാഷ്ട്രീയപരമായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ വുമൻസ് റിസർവേഷൻ, സ്ത്രീകൾക്ക് കിട്ടുന്ന റിസർവേഷൻ, അതിപ്പം നിയമാവലിയിലാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്കുള്ള റിസർവേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ടോപ്പിക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ എക്കണോമിക്, കൊമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ടോപ്പിക്സ് എടുക്കുമ്പം എക്കണോമിക്കലായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കണോമി, GDP എല്ലാം താഴ്ന്നു പോകുന്നതിൻ്റെ കാരണം ഒന്ന് കൊറോണ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടാണ്. ആ ഒരു ടോപ്പിക്സൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് എക്കണോമിക്. മാനേജ്മെൻറ്റ്, ഇപ്പോൾ വുമൻ ആർ ബെറ്റർ മാനേജേഴ്സ് ദാൻ മെൻ. അപ്പം സ്ത്രീകളാണ് ഇച്ചിരിയും കൂടെ മാനേജ്മെൻറ്റ് കാര്യത്തിന്, മണി മാനേജ്മെൻറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഇച്ചിരിയും കൂടെ ബെറ്റർ എന്നുള്ള കാര്യങ്ങൾ എടുക്കാം. ആണുങ്ങളെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും, പൈസയുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള ആ ഒരു ഇഷ്യൂസ് എടുക്കാം. അതുപോലെ ദ റഷ് ഫോർ അബ്സ്ട്രാക്റ്റ് ഓർ ക്രിയേറ്റീവ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ അബ്സ്ട്രാക്റ്റ് ഓർ ക്രിയേറ്റീവ് ടോപ്പിക്സ് നമുക്ക് കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ പറ്റും. ദ വീൽ ഈസ് ടേണിങ് റൗണ്ട് ആൻഡ് റൗണ്ട്. വെൻ ഐ വോക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ഐ സോ സംതിങ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ടോപ്പിക്സും കൊണ്ടുവരാൻ പറ്റും. കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രോബ്ലം നമ്മളത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന GD, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ അതൊക്കെയാണ് കറണ്ട് ടോപ്പിക്സ് റേഞ്ച് ഓഫ് ടോപ്പിക്സിൽ വരുന്നത്.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആ ഒരു അത്രയും കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ലീഡർഷിപ്പ് സ്കിൽസ്. Employers look not only for team workers but also for leaders. So in every group discussion they seek an element of leadership. They observe the participants very closely and pinpoint those who have good leadership traits, the success or failure of. അപ്പോൾ നമ്മൾ എംപ്ലോയേഴ്സ് നമുക്ക് ജോലി തരുന്നവർ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ഇത് കണ്ടക്ട് ചെയ്യുമ്പം ആർക്കാണ് ഏറ്റവും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യവും അവർ വിലയിരുത്തുന്നത് പതിവാണ്. അപ്പോൾ ചിലവർക്ക് നന്നായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ലീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കഴിവുകളൊക്കെ നമ്മുടെ എംപ്ലോയർ ആയിട്ടുള്ളവർ നമ്മളെ വിലയിരുത്തും. അതിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നാണ്: ബീയിങ് പൊളൈറ്റ് ബട്ട് ഫേം. പൊളൈറ്റായിട്ട് സംസാരിക്കാനും പൊളൈറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും അവർ പ്രത്യേകം നോട്ട് ചെയ്യും. ബട്ട് ഫേം, ആ പറയുന്ന കാര്യങ്ങൾ ഉറച്ച ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഉറച്ച തീരുമാനത്തോടെ പൊളൈറ്റായിട്ട് ചെയ്യുന്ന ആളുകളെയാണ് ആവശ്യം. അതെല്ലാം നല്ല വായിച്ചു നോക്കിയാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിറ്റിസിസം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആളുകൾ എങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഒരു പ്രയാസമേറിയ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും അതിനെ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്ത് അവരുടെ ആർഗ്യുമെൻറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യത്തിനെ അടച്ചങ്ങ് ആക്ഷേപിക്കുക എതിർകക്ഷി, അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതും ആളുകൾ വിലയിരുത്തും. അപ്പോൾ അതാണ് അതിൻ്റേത്. ഹൗ യു ഹാൻഡിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിറ്റിസിസം ഷോസ് യുവർ എബിലിറ്റി ടു മാനേജ് പീപ്പിൾ ആൻഡ് കോൺഫ്ലിക്ട്സ്. അപ്പം നിങ്ങളുടെ ആ ഒരു കൂൾനെസ്സാണ്, ആ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് ആളുകൾ വിലയിരുത്തുന്നതായിരിക്കും. ആ ഒരു പ്രശ്ന സംഭവങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്താണെങ്കിലും എന്ത് ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളത് വിലയിരുത്തുന്നതായിരിക്കും. അത് വായിച്ചു നോക്കുക. അത് എളുപ്പമാണ്, കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഡ്യൂറേഷൻ എടുക്കും. അപ്പം നിങ്ങളത് വീട്ടിൽ നിന്ന് തന്നെ വായിക്കുക. പിന്നീടുള്ളത് ക്രിറ്റിസിസംസാണ്. ഇപ്പോൾ പറഞ്ഞാണല്ലോ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് ബിക്കം നെർവസ്. അപ്പം നെർവസ് ആവാതെ ഇരിക്കുക. ആൻഡ് ഡിഫെൻസീവ് ദ മൊമെൻറ്റ് വൺസ് സംവൺ ഡിസഗ്രീസ് വിത്ത് യു ഓർ ക്രിട്ടിസൈസ് യുവർ. അപ്പം നെർവസ് ആകാതിരിക്കുക, നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. അപ്പോൾ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ട്രൈ ടു ജഡ്ജ് യുവർ ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്ലി. വസ്തുനിഷ്ഠമായിട്ട് ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണുവാൻ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷൻസിൻ്റെയോ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കരുത്. അത് സത്യമാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി കാണിക്കരുത്. അതാണ് ഒരു കാര്യം. പിന്നെ ഡോണ്ട് ഹോൾഡ് ഗ്രഡ്ജസ് അഗെയിൻസ്റ്റ് പീപ്പിൾ. ഒരു വിദ്വേഷമോ ഒരു ദേഷ്യമോ പാടില്ല. ഗ്രഡ്ജസ് എന്ന് വെച്ചാൽ വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം, ഇതൊന്നും പാടില്ലാതെ വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. ടേൺ ടേക്കിംഗ് ആൻഡ് എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ്. A successful group discussion is where everyone gets an equal chance to speak about the topic, and when you are part of a GD, ensure that no one person grabs the limelight and snubs the others. അപ്പം നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമാകുമ്പോൾ ഒരുത്തനെയും നമ്മൾ വ്യക്തിഹത്യ ചെയ്യാൻ അപമാനിക്കുക. സ്നബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപമാനിക്കാതിരിക്കുക. അപ്പം ആൻഡ് എൻഷുർ ദാറ്റ് നോ വൺ പേഴ്സൺ ഗ്രാബ്സ് ദ ലൈംലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾക്ക് ആൾ കളിക്കാനുള്ളൊരു വേദിയും ആവരുത്, ലൈംലൈറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു വേദിയും ആവരുത് എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ കയറി അങ്ങ് ഒരു ഷോ ഓഫിനുള്ള വേദിയാക്കരുത്, എല്ലാവർക്കും ചാൻസ് കൊടുക്കുക. അതൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലാകുന്നത്. പിന്നീടുള്ള ഒരു എക്സാമ്പിൾ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇതുണ്ട്, ഹൗ ടു സക്സീഡ് ആൻഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പ്ലീസ് സ്റ്റാർട്ട്. അതാണ് ടോപ്പിക്ക്, ഹൗ ടു സക്സീഡ് ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെ നിങ്ങൾക്ക് സക്സീഡ് ചെയ്യുക എന്നുള്ളതൊരു ടോപ്പിക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഡിസ്കസ് ചെയ്തോന്നും പറയുന്നതാണ് ബിജോയ്, ചാരു, അതിഥി ഒക്കെ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ്. അതൊന്ന് പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ്. ലെറ്ററിൻ്റെയും റെസ്യൂമിയുടെയും ഒപ്പം തന്നെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ അതാണ്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. നെക്സ്റ്റ് പേജിൽ ദ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒരു എറ്റിക്വറ്റ്, മര്യാദ, പേഴ്സണൽ അപ്പിയറൻസ്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്.
ഇത് ഡ്രസ് ആൻഡ് അപ്പിയറൻസ്. സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. യുവർ ഡ്രസ് ഷുഡ് ബി സോബർ, നീറ്റ് ആൻഡ് വെൽ സ്റ്റിച്ച്ഡ്. ഒക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നെയിൽ ഷുഡ് ബി ക്ലീൻ ആൻഡ് വെൽ കെപ്റ്റ്. നഖമൊക്കെ വെട്ടി പോവുക. ടേക്ക് കെയർ ഓഫ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. ബട്ട് ഡോണ്ട് വിയർ ആൻ ഓവർ പവറിങ് പെർഫ്യൂം ദാറ്റ് ഗീവ്സ് എവരി വൺ ഹെഡേക്ക്. വലിയൊരു പെർഫ്യൂമൊന്നും അടിക്കാതെ പോവുക എന്നൊക്കെ ഉള്ളതാണ്. യുവർ ഫുഡ് വെയർ മസ്റ്റ് ബി ഫോർമൽ പോളിഷ്ഡ്. ഡാർക്ക് ട്രൗസേഴ്സ് വിൽ with a light colored matching shirt and a sober tie is ideal formal attire for boys. Girl may wear formal trousers and shirts or formal Indian attire. Avoid wearing jeans and t-shirts. അപ്പം ടീഷർട്ട്സും ജീൻസും ഇല്ലാതെയൊക്കെ പെയർ ചെയ്യാൻ പഠിക്കുക. ഇപ്പോഴൊക്കെ ആണെങ്കിലും ടീഷർട്ട് ജീൻസൊക്കെ ഇട്ട് ഇപ്പം മാർക്ക് സുക്കർബർഗ് ആണെങ്കിലും സ്റ്റീവ് ജോബ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ടീഷർട്ടൊക്കെ ഇട്ടൊക്കെയാണ് ഇപ്പോൾ അവർ ഓരോ പബ്ലിക് അല്ലെങ്കിൽ അവരുടെ ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ അവർ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അതിപ്പോൾ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട് ടീഷർട്ടൊക്കെ. അപ്പം എന്നാലും നമ്മുടെ നമ്മുടെ പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലാക്ക് പാൻറ്റ്, ഇപ്പം ബോയ്സ് ആണെങ്കിൽ ബ്ലാക്ക് പാൻറ്റ് ഇടുക, ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് ടക്കിങ് ചെയ്ത് ഇൻ്റർവ്യൂവിലും ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് പണ്ട് മുതലുള്ള ഒരു രീതി. അപ്പോൾ അത് തന്നെ അങ്ങ് പിന്തുടരുക. പിന്നെ ഐ കോണ്ടാക്റ്റ്. ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും നേരെ നോക്കി സംസാരിക്കുക. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ മുഖത്ത് വരുന്ന കാര്യങ്ങൾ. ദേഷ്യം ഉണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും അത് മുഖത്ത് വലിയ രീതിയിലൊന്നും കാണിക്കണ്ട. അതൊക്കെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വരുന്നത്. ഹാൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഡോണ്ട് ടച്ച് ദ അതർ പാർട്ടിസിപ്പൻസ്. അടുത്ത ആളെ പോയി ഒരൊറ്റ അടി കൊടുക്കുക. ഇപ്പം അവൻ നല്ല ഒരു ആർഗ്യുമെൻറ്റ് പറയുകയാണെങ്കിൽ കൊള്ളാടാ മോനെന്ന് പറഞ്ഞ് പുറത്ത് പോയി ഒന്നും തട്ടിയേക്കരുത്. അങ്ങനെയൊന്നും ഉള്ള ഒരു അനാവശ്യ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒന്നും പാടില്ല. ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ യുവർ പോക്കറ്റ്സ് ഓർ സിറ്റ് വിത്ത് യുവർ ഹാൻഡ്സ് ക്രോസ് ഓവർ യുവർ ചെസ്റ്റ്. അപ്പം നിങ്ങൾ പോക്കറ്റിൽ കൈയിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയിലാണ് ഈ നമ്മൾ പോക്കറ്റിൽ കൈയിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റഡി ആയിട്ടൊരു കാര്യം പറയുമ്പം നമ്മൾ കൃത്യമായിട്ട് നേരെ നോക്കി ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്ത് നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസോടെ വേണം അവതരിപ്പിക്കാൻ. എബവ് ഓൾ ഡോണ്ട് പോയിൻറ്റ് യുവർ ഇൻഡെക്സ് ഫിംഗർ അറ്റ് അതേഴ്സ് വൈൽ സ്പീക്കിംഗ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് വെരി റൂഡ്. അപ്പം ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കരുത്. അത് ഭയങ്കര ആപത്താണ്. അതൊരു കൊള്ളാവുന്ന ഒരു രീതിയല്ല. അതൊരു എറ്റിക്കറ്റിൻ്റെ ഒരു മര്യാദയുടെ ഭാഗമല്ല. പോസ്ചർ എന്ന് പറയുന്നത് സീറ്റ് യുവർ സെൽഫ് കംഫർട്ടബിളി ആൻഡ് ഷോ അസേർഷൻ ഇൻ യുവർ പോസ്ചർ ദാറ്റ് ഡു നോട്ട് ത്രോ യുവർ ബോഡി ഫോർവേഡ് ഓർ ബി റിജിഡ്. അപ്പം മുന്നോട്ട് ചാഞ്ഞിരിക്കുകയോ പുറകോട്ട് ചാരി കിടക്കുകയോ ഒന്നും പാടില്ല. കൃത്യമായിട്ടൊരു പോസ്ചറിൽ ഇരിക്കുക. അതുപോലെ റിലാക്സ് യുവർ ഷോൾഡേഴ്സ്, സിറ്റ് സ്ട്രൈറ്റ് വിത്ത് യുവർ ഹെഡ് ഹെൽഡ് ഇറക്റ്റ് ആൻഡ് ഡു നോട്ട് ലേൺ ഓൺ ദി ടേബിൾ ഓർ എനി സൈഡ്. നമ്മൾ ചാരി കിടക്കുകയോ ടേബിളിലേക്ക് മറിഞ്ഞ് കിടക്കുകയോ ഒന്നും പാടില്ല. അതൊക്കെയാണ് അതിൽ വരുന്നത്. ഡിസ്റ്റൻസസ് ആൻഡ് ആംഗിൾസ്. ഡോണ്ട് സിറ്റ് ഈദർ too close or too far away from the person next to you. If you are sitting too close, you are seen as aggressive, and if you are too far away, you will be seen as a cold and aloof person. അപ്പം അധികം അകന്നു പോയിരിക്കുകയും ചെയ്യരുത്, തൊട്ടടുത്ത് പോയിരിക്കുകയും ചെയ്യരുത്. അതൊക്കെയാണ് പറയണത്. അപ്പം അതിലെ പോയിരുന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് ഇരിക്കുക. അലൂഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് പോയിരിക്കുന്നത് പോലെ തോന്നും. ഇതിലൊന്നും താല്പര്യമില്ലായ്മ അതിൽ വ്യക്തമാകും. അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എന്താ? ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നതെന്ന് പാടില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവുമല്ലോ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ അത്രയും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്തിരിക്കുന്നതെങ്കിൽ കൂടെ തൊട്ടടുത്ത് പോയി ചാഞ്ഞിരുന്നേക്കരുത് എന്നുള്ളതാണ്. ഒരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. വോയിസ് മോഡുലേഷൻ. ഫസ്റ്റ് വൺ, പേസ്. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്. സ്പീക്കിംഗ് ഫാസ്റ്റ് ഹാസ് two disadvantages. One, it blurs clarity, and two, it puts unnecessary pressure on you. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൽ സ്പീഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സ്പീക്കിംഗ് ടു സ്ലോലി ഇപ്പോൾ കൂടുതൽ സ്പീഡിൽ പറയുന്നതെന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തതയില്ലായ്മ, ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിൽ പയ്യെ പറയുന്നതെന്ന് പറയുന്നത് എന്താ? അതൊരു ബോറിങ്ങിലേക്കും കൊണ്ടെത്തി. ഇറ്റ് ഈസ് ബോറിങ് ടു ലിസൺ ടു എനിത്തിങ് സ്ലോ ആയിട്ട് പറയുന്നത് ഒരു ബോറിങ്ങിലും കൊണ്ടെത്തിക്കും. സോ
മെയിൻറ്റെയിൻ ഒപ്റ്റിമം സ്പീഡ്, അപ്പോൾ ഒരു നോർമലായിട്ടുള്ള സ്പീഡിൽ പോവുക. പിച്ച്, അനലൈസ് ദ സൈസ് ഓഫ് യുവർ ഗ്രൂപ്പ് ആൻഡ് സൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് സ്പീക്ക് ഇൻ ആൻ ഓഡിബിൾ ആൻഡ് പ്ലസൻറ്റ് സ്പീച്ച്. അപ്പം നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നോർമൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആവണം. എന്നാൽ അത് ഉച്ചത്തിലും ആയിരിക്കണം, പക്ഷേ ആ ഒരു പിച്ച് വേരിയേഷൻ ഒന്നും പാടില്ല. ടോൺ എന്ന് പറയുന്നത് ടോൺ refers to your approach and attitude towards the entire process that you show through your voice. The tone should be polite, pleasant and serious. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് എന്താ, പൊളൈറ്റ് ആയിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം, സീരിയസ് ആയിരിക്കണം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം എന്ന് വെച്ചാൽ വലിയ രീതിയിലൊന്നും നമ്മുടെ സംസാര രീതി വൾഗറാകാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം, ആളുകൾക്കത് മനസ്സിലാവുകയും ചെയ്യണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഘടകം. പിന്നീടുള്ളത്, ഇപ്പം നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അടുത്തത് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസ് ക്ലിയർലി. ഗോ ത്രൂ ദ സെക്ഷൻ ഓർ പ്രൊനൗൺസിയേഷൻ ഇൻ ചാപ്റ്റർ 6. Don't eat up syllables or words in a sentence. For example, when you say preparation, take the time to pronounce all the syllables instead of saying preparation. അപ്പം കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കണം. യുവർ പ്രൊനൗൺസിയേഷൻ ഓഫ് ദി വേർഡ്സ് ഷുഡ് ബി ക്ലിയർ, കറക്റ്റ്ലി ആൻഡ് ആക്യുറേറ്റ്. അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മിസ്പെല്ല് ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് ഇപ്പം വെൽക്കം എന്ന് പറഞ്ഞ കല്യാണരാമൻ്റെ അകത്ത് പറയുന്ന വെൽക്കം ഒന്നും പറഞ്ഞേക്കരുത്. കൃത്യമായിട്ട് നമ്മൾ ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിരിക്കണം. അടുത്തത് അതിനൊരു ഇപ്പം ഈ ഒരു വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിൽ പേസ് ഉണ്ട്, പിച്ചുണ്ട്, ടോണുണ്ട്, പ്രൊനൗൺസിയേഷൻ. അപ്പം ഈ ഒരു എല്ലാ ഘടകങ്ങളും. അടുത്തത് ഇനൻസിയേഷനാണ്. എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ. ഇപ്പം നമ്മുടെ ആരാ പറയുന്നത്, മലാല യൂസഫ് അലി കേട്ടിട്ടില്ലേ? മലാല യൂസഫ് അല്ലേ? അപ്പം മലാലയുടെ ആ ഒരു സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസിൽ പോയി പുള്ളിക്കാരി ഒരു നല്ലൊരു സ്പീച്ച്, ഗേൾ ചൈൽഡിനെ കുറിച്ചുള്ളൊരു നല്ലൊരു സ്പീച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊന്ന് കാണുക. എന്ത് ക്ലാരിറ്റി, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. ആ ടോണിൻ്റെ വോയിസൊക്കെ കൃത്യമായിട്ടാണ് പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പത്തനംതിട്ടയുടെ കളക്ടർ PB നൂഹ്, അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ആവശ്യമുള്ള ഘട്ടത്തിലൊക്കെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഒട്ടും നെർവസ് ആവാതെ കാമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ പൃഥ്വിരാജ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇച്ചിരി കൂടെ എളുപ്പമെന്ന് തോന്നുന്നു പൃഥ്വിരാജായിരിക്കും. പൃഥ്വിരാജിൻ്റെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ഏതെങ്കിലും ഒരു എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പുള്ളി ദേഷ്യപ്പെടാറില്ല. അത് എങ്ങനെ പുള്ളി ഹാൻഡിൽ ചെയ്യണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സംസാരിക്കുന്ന രീതിയും ആ ഒരു വെൽ മാനേർഡായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമുക്ക്. അതും ആ ഒരു ക്വസ്റ്റ്യൻ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു രീതിയെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണം. അടുത്തത് എനൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചാരണം എന്ന് പറയും. മോഡറേറ്റ് സ്പീഡ്, റൈറ്റ് സ്പീഡ്, അപ്രോപ്രിയേറ്റ് സ്പീഡ് ആൻഡ് ഇൻ്റലിജിബിൾ പ്രൊനൗൺസിയേഷൻ ഗീവ് ക്ലാരിറ്റി. അപ്പം പ്രൊനൗൺസിയേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉച്ചാരണവും ഇനൻസിയേഷനും. അപ്പം ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒന്നിക്കുന്നതാണ് ഇനൻസിയേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് പിച്ച്, മോഡറേറ്റ് സ്പീഡ്, അപ്രോപ്രിയേറ്റ് ടോൺ ആൻഡ് ഇൻ്റലിജിബിൾ പ്രൊനൗൺസിയേഷൻ ഗീവ് ക്ലാരിറ്റി, കറക്റ്റ് ഇനൻസിയേഷൻ ടു ദ സ്പീച്ച്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്കൊരു നന്നായിട്ട് കോൺവെർസേഷൻ പറയാനും അതുപോലെ തന്നെ ഉച്ചാരണം നന്നായിട്ട് ലഭിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രൊഡക്റ്റാണ് ഇനൻസിയേഷൻ എന്ന് പറയുന്നത്. ഈ സാധനത്തിൻ്റെ എല്ലാം പേസും പിച്ചും ടോണും പ്രൊനൗൺസിയേഷൻ്റെയും. Thus finally you should express self-confidence, optimism, sincerely and a friendship personality through your verbal and non-verbal. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. While appearing before the group, remember that your first impression on them is extremely important, and to make an effective first impression, being courteous, helpful, polite, well dressed and assertive is very important. അപ്പം നമ്മുടെ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. ഹിയേഴ്സ് എ ക്വിക്ക് ലുക്ക് അറ്റ് ദി ഇമ്പോർട്ടൻറ്റ് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേജ് നമ്പർ 63 പറയുന്നത്. ഡൂസ്: സിറ്റ് യുവേഴ്സ് ഓഫ് കംഫർട്ടബിളി. ഡോണ്ട് ബി ഇൻ എ ഹറി ടു സ്റ്റാർട്ട് ടോക്കിംഗ്, ഡിസ്കസിങ്. അപ്പം ആദ്യം നന്നായിട്ട് ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഡോൺസിൽ ബി ഇൻ എ ഹറി, പെട്ടെന്ന് എടുത്തു ചാടിയൊന്നും സംസാരിക്കരുത്.
ലിസൺ ടു ദ ടോപ്പിക് കെയർഫുള്ളി. ഒരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പം ആര് പറഞ്ഞാലും അത് ശ്രദ്ധിച്ച് കേൾക്കുക. ബി സൈലൻ്റായിട്ട് ഇരിക്കരുത്. ഓർഗനൈസ് യുവർ ഐഡിയാസ് ബിഫോർ സ്പീക്കിംഗ്. നമുക്ക് പറയാനുള്ള ഐഡിയാസ് എല്ലാത്തിനും നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. ഡോമിനേറ്റ് വോക്കലി ഓർ ഫിസിക്കലി. അതുപോലെ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുകയോ നമ്മുടെ ഒച്ച കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി അടിച്ചേക്കരുത്. അവിടെ തന്നെ ഇരുന്ന് നമ്മളെ ഒരു കാംനെസ് കാണിക്കണം. സ്പീക്ക് അറ്റ് ദി ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം എത്രയും ആദ്യം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അത്രയും നേരം നമ്മൾ ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉത്തരം പറയാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഇനി നമുക്കൊരു അവസരം വരുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. അസ്യൂം ദ റോൾ ഓഫ് ദി ചെയർമാൻ. നമ്മളാണ് ഈ ഒരു ചർച്ച വഹിക്കുന്നത്, നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ബി പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊളൈറ്റായിട്ട് നല്ലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. ടേക്ക് ആൻ എക്സ്ട്രീം സ്റ്റാൻസ്. നമുക്ക് നമ്മുടെ ആശയം എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഐഡൻറ്റിഫൈ യുവർ സപ്പോർട്ടേഴ്സ് ആൻഡ് ഒപ്പോണൻസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും നമ്മുടെ എതിർകക്ഷികളെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റർ ഇൻ ടു ആൻ ആർഗ്യുമെൻറ്റ്. നമ്മളൊരു ആർഗ്യുമെൻറ്റിൽ നമ്മളൊരു വഴക്കിൽ പോയി തലവെച്ച് കൊടുക്കരുത് അർത്ഥം. അലൗ യുവർ സപ്പോർട്ടേഴ്സ് ടു ഫിനിഷ് ദെയർ ആർഗ്യുമെൻറ്റ്സ്. സപ്പോർട്ട് ചെയ്യുന്ന കൂടെയുള്ളവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ള സമയം കൊടുക്കുക. മേക്ക് വാല്യുബിൾ ജഡ്ജ്മെൻറ്റ്സ്. കീപ് ട്രാക്ക് ഓഫ് ദി ടൈം. ലുക്ക് അറ്റ് ദി ഫാക്കൽറ്റി. അപ്പോൾ നമ്മളെല്ലാം കൃത്യസമയത്ത് തന്നെ സമയം പാലിക്കുക അത്യാവശ്യമാണ്. ഷെയർ ടൈം ഫെയർലി. ഇതൊക്കെ ടൈമിൻ്റെ കാര്യം പറയും. കൃത്യമായിട്ടുള്ള സമയം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഷൗട്ട് അറ്റ് ഇന്നേർട്ട് പാർട്ടിസിപ്പൻസ്. ആയിട്ട് മര്യാദയ്ക്കിരിക്കുന്ന ആൾക്കാർക്ക് എടുത്ത് പോയിട്ട് ഒച്ച വെക്കരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നൊന്നും പോയി ചോദിച്ചേക്കരുത്. ലിസൺ ടു അതേഴ്സ് പോയിൻറ്റ്. ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. മോർ എക്സസീവ്ലി ഇൻ യുവർ ചെയർ ഓർ ലേൺ ഓൺ ദി ടേബിൾ. അപ്പം നമ്മൾ പുറകോട്ട് ചാഞ്ഞു കിടക്കുകയോ മുന്നോട്ട് ടേബിളിലേക്ക് മറിഞ്ഞ് കിടക്കുകയോ ഉറങ്ങുകയോ ഒന്നും ചെയ്യരുത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ എക്സസൈസൊക്കെ നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ അതേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് നോക്കിക്കൊള്ളുക. പിന്നെ അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വേർഡ് തരും, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും മിക്കവാറും. ഒരു വേർഡ് തന്നിട്ട് അത് അബ്സ്ട്രാക്റ്റ് ആണോ കോൺക്രീറ്റ് ആണോ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മളിപ്പം പോയറ്റ്സ്, നമ്മുടെ കവികൾ, ലിറ്ററേച്ചറുകാർ, അങ്ങനെ സിനിമാക്കാർ, ഇവരെല്ലാം എഴുതുന്നതും അവർ ചിന്തിക്കുന്നതെല്ലാം അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന് വലിയ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ അവരുടെ ഒരു കാവ്യഭാവനയിലോ അവരുടെ ഒരു ഭാവനയനുസരിച്ച് ഇമാജിനേഷൻ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ കോൺക്രീറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളവർ അവരൊക്കെ പറയുന്ന ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഫാക്ട്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് രണ്ടും ഡിഫറൻസ്. പിന്നീട് വരുന്നത് യൂസ് ഓഫ് പെർsuasive സ്ട്രാറ്റജീസ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ അതിൻ്റെ 3 ഘടകങ്ങൾ: കണ്ടൻറ്, കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, നോളജ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതൊന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട് പോലെ എഴുതി നോക്കുക. പിന്നെ ജസ്റ്റ് ഈ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ് പേജ് നമ്പർ 60 ആ ഓരോ തലക്കെട്ടും നോക്കുക. ഡ്രസ് ആൻഡ് അപ്പിയറൻസ്, ഐ കോണ്ടാക്ട്. പിന്നെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ ഈ സെൻറ്റൻസ് തന്നെ എഴുതണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു മനസ്സിലുള്ളൊരു ഐഡിയ അതങ്ങ് എഴുതിയാൽ മതി. പക്ഷേ ആ ഒരു ഹെഡിങ് എല്ലാം വരണമെന്ന് നിർബന്ധമുണ്ട്. ഡ്രസ് ആൻഡ് അപ്പിയറൻസ് വരണം, ഐ കോണ്ടാക്ട് വരണം, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം അതുപോലെ വരണം. പക്ഷേ അതിൻ്റെ അകത്തുള്ള സബ് കണ്ടൻസ് നിങ്ങളുടെ ഐഡിയ എഴുതിയാലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.